ബംഗളൂരുവിൽ തീപിടുത്തത്തെ തുടർന്ന് റദ്ദാക്കിയ വിമാനയാത്രക്കാർ കൊച്ചിയിലെത്തി. യാത്രക്കാരിൽ പലർക്കും പരിക്കുണ്ട്. ആവശ്യമായ സൗകര്യങ്ങൾ അനുവദിച്ചില്ല എന്നും എയറിന്റെ അധികൃതർ ബുദ്ധിമുട്ടിച്ചുവെന്നും യാത്രക്കാർ പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നുള്ള യാത്രക്കാർ അവരിപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരിലെത്തിയ ഒരു ഫാമിലി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫാമിലി ആയിട്ട് പോയൊരു ട്രിപ്പാണ്. ഒരിക്കലും 8 പേരായിട്ട് പോയ ട്രിപ്പായിരുന്നു. തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ അപകടമുണ്ടായത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് തന്നെ ഒരു തീ കണ്ടു വിങ്സിൻ്റെ സൈഡിൽ. അപ്പോൾ തന്നെ പാസഞ്ചേഴ്സ് അലേർട്ട് ചെയ്തു. അപ്പോഴേക്കും ഫ്ലൈറ്റ് ഒരു ടേക്ക് ഓഫ് ചെയ്ത് ഒരു മിനിമം ഒരു ഹൈറ്റിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് വീണ്ടും പൈലറ്റ് തിരിച്ച് ഇറക്കി എല്ലാവരും എമർജൻസി എക്സിറ്റിലൂടെ ചാടി പുറത്തേക്ക് വരികയാണ് ഉണ്ടായത്. അങ്ങനെ ജീവിതം ഫാമിലി കൂടി സൂചിപ്പിച്ചതുപോലെ ജീവിതം തിരിച്ചു കിട്ടിയ ഒരു മൊമെന്റ് സന്തോഷത്തിലാണ് എല്ലാവരും. ഫാമിലി കൂടി ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി, കാരണം പ്രായമായതുകൊണ്ട് പെട്ടെന്ന് സേഫ് ലാൻഡിങ്ങിലൂടെ സ്റ്റേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ചാടിയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഇവരെ പിടിച്ച് ഇറക്കേണ്ട ഒരു ബുദ്ധിമുട്ടും അങ്ങനെ ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഇറങ്ങി പിന്നെ സേഫായ പ്ലേസിലേക്ക് ഓടിയെത്തേണ്ട ബുദ്ധിമുട്ട് അങ്ങനെ വന്നപ്പോഴാണ് കുറച്ച് BP ലോ ആവുകയും അങ്ങനെ ബുദ്ധിമുട്ടും വന്നത്. ഹാർട്ട് ബീറ്റൊക്കെ കൂടി, പിന്നെ തീ ഞാൻ കാണുകയും ചെയ്തു. ഇങ്ങനെ അല്ല, കയറുമ്പോൾ കണ്ടിട്ടില്ല. ഒരു കുട്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഫയറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് തീ ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. പിന്നെ സംസാരിക്കാനൊന്നും പറ്റാതായി. കുറച്ച് ഇതിന് അപകടം പറ്റി എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ എയർ ഇന്ത്യയുടെ ആരും തന്നെ, ഒരു റെസ്പോൺസിബിളായിട്ട് ഓഫീസേഴ്സ് ആരും തന്നെ വന്നിട്ട് ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യാനോ ഒന്നിനുമില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ എത്തിയ സമയത്ത് തന്ന ഒരു വെള്ളവും ജ്യൂസുമാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഫ്ലൈറ്റിൽ കയറുന്ന വരെ 10:30 വരെ ഒരു വെള്ളവും ഒന്നും തന്നിട്ടില്ല. അത്രയും ഇറസ്പോൺസിബിൾ ആയിരുന്നു അവർ. രാത്രിയൊക്കെ എയർപോർട്ടിൽ തന്നെ കിടക്കുകയാണ് ഉണ്ടായത്. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഫസ്റ്റ് ലൈറ്റൊക്കെ ഓഫായി തീ വന്നപ്പോൾ. അപ്പോൾ ശരിക്കും ഭയങ്കര പേടിച്ച് വാപ്പാടെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു അത്ര നേരം. പിന്നെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാൻ പോയപ്പം ഒറ്റക്കായിപ്പോയി. എല്ലാവരുടെയും കൂടെ ഇടയിൽ ഓടിയപ്പോൾ ഞാൻ ഒറ്റക്കായിപ്പോയി. പിന്നെ ഇവരൊക്കെ വേറെ. അങ്ങനെ എമർജൻസി എക്സിറ്റിലൂടെ പോയിട്ട് പിന്നെ അവിടെ വെച്ചിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. അപ്പോഴൊന്ന് സമാധാനമായി. അതുവരെ ആകെ ടെൻഷനായി, പേടിച്ച്. ഇന്ന് ഇവിടേക്ക് എത്തിയപ്പോഴാണ് സമാധാനമായി. അതുവരെ ഇപ്പോഴും ഫ്ലൈറ്റിൽ വന്നപ്പോഴും പേടിയായിരുന്നു എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു. ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് വരെയായിരുന്നു, കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് കൊച്ചിക്കുള്ള ഫ്ലൈറ്റിലാണ് ഇങ്ങനെ ഇവിടെ കൊച്ചി സ്വദേശിയാണ് അവർ. ഹൈദരാബാദിൽ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റിൽ കയറിയാണ് എത്തിയത്. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോഴും ആ ഒരു നടുക്കത്തിൽ നിന്ന് അവർ പൂർണ്ണമായും മാറിയിട്ടില്ല. വലിയ ഒരു ടെൻഷനൊക്കെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആ പെൺകുട്ടി പങ്കുവച്ചത്. എങ്കിൽ പോലും ഒരു വലിയൊരു അപകടം അത് ഒഴിവായതിലുള്ളൊരു സന്തോഷവും ഈ ഘട്ടത്തിൽ ആ കുടുംബം നമുക്കൊപ്പം പങ്കുവയ്ക്കുകയാണ്. വേണമെങ്കിൽ ഒരു വലിയ ദുരന്തമൊക്കെ ഉണ്ടാവാമായിരുന്നു, ഉണ്ടായില്ല, ഭാഗ്യം എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ആശ്വാസമുള്ളപ്പോൾ പോലും എയർ ഇന്ത്യക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഇന്നോ ഇന്നലെയോ അല്ല, അത് വ്യാപകമാണ്. അതിനെക്കുറിച്ച് ആ കമ്പനിയാണ് പരിശോധിക്കുന്നത് എന്തുകൊണ്ട് ആവർത്തിച്ച് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ യാത്രക്കാരിൽ നിന്നുണ്ടാവുന്നു എന്ന കാര്യം.